മനുഷ്യന് ജീവിക്കാൻ സ്നേഹം കൂടിയേ തീരൂ. ഒരിക്കൽ തൻ്റെ അച്ഛനോടൊപ്പം ഒരു കുട്ടി ഒരു എക്സിബിഷനിൽ സംബന്ധിച്ചു. അവിടെ ഉണ്ടായിരുന്ന അക്വേറിയത്തിൽ ധാരാളം സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ടു. കുട്ടിയുടെ നിർബന്ധപ്രകാരം അച്ഛൻ അതിലൊന്നിനെ വാങ്ങി മകന് കൊടുത്തു. അവന് വലിയ സന്തോഷം. അടുത്ത ദിവസം അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ മകൻ കരഞ്ഞവശനായി ഇരിക്കുകയാണ്. അച്ഛൻ കാര്യം അന്വേഷിച്ചു. അവൻ പറഞ്ഞു, സ്വർണ്ണ മത്സ്യം ചത്തുപോയി. വിവരങ്ങൾ തിരക്കിയപ്പോൾ എപ്പോഴും വെള്ളത്തിൽ തന്നെ കിടന്നാൽ അതിന് തണുക്കുമല്ലോ എന്ന് കരുതി അവൻ അതിനെ വെള്ളത്തിൽ നിന്നും എടുത്ത് കമ്പിളി കൊണ്ട് പുതപ്പിച്ച് കട്ടിലിൽ കിടത്തി. കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോൾ മത്സ്യം ചത്തിരിക്കുന്നു. പിന്നെ എന്തു ചെയ്യും? അവൻ സങ്കടം സഹിക്കാതെ കരഞ്ഞു. ആ കുട്ടിക്ക് മത്സ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അതിനെ കമ്പിളി പുതപ്പിച്ചത്. പക്ഷേ മത്സ്യത്തിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കുവാൻ കഴിയൂ എന്നത് ആ കുട്ടിക്ക് അജ്ഞാതമായിരുന്നു. അറിവും വിവേകവും ഇല്ലാതെ സ്നേഹമുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്നേഹം വിവേകവും പക്വതയും ഉള്ളതാവണം. മത്സ്യത്തിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നതുപോലെ മനുഷ്യർക്ക് സ്നേഹാന്തരീക്ഷത്തിൽ മാത്രമേ ജീവിക്കാനാവൂ. സ്നേഹം ലഭിക്കാതെ വളരുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നത് സത്യം. എന്നാൽ അതുമാത്രം ഇക്കാലത്ത് മതിയാവില്ല. മക്കൾക്ക് അതേക്കുറിച്ച് ബോധ്യമുണ്ടാവണം. അമ്മ വഴക്കു പറഞ്ഞതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു കൗമാരക്കാരി വീട് വിട്ടുപോയ സംഭവം വാർത്തയായിരുന്നുവല്ലോ. ചിലർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതും നമുക്കറിയാമല്ലോ. ഇക്കാലത്ത് മാതാപിതാക്കളുടെ പോലും സ്നേഹം ലഭിക്കാതെ വളരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുമുണ്ട്. പിതാക്കന്മാർ ഉപേക്ഷിച്ചു പോയ മക്കളുണ്ട്. മാതാക്കൾ ഉപേക്ഷിച്ചു പോയ മക്കളുമുണ്ട്. മാതാപിതാക്കൾക്കു പകരം അവർക്ക് സ്നേഹം നൽകുവാൻ ആരുണ്ടാവും? തക്കതായ ആളുകളില്ലാതെ വന്നാൽ അവർ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് യഥാർത്ഥ മനുഷ്യരായി തീരുവാൻ പ്രയാസമാണ്. അവരിലെ മനുഷ്യത്വം മുരടിച്ച് ഇല്ലാതായി തീർന്നു പോകും. തെരുവിൽ വളരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെയും സ്ഥിതി അവർ സാമൂഹ്യ വിരുദ്ധരായി തീരുന്നു എന്നതാണ്. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത തലമുറ എങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കുക. സ്വന്തം മക്കളെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം കൂടെ ലഭിക്കുന്നവർക്ക് മാത്രമേ സമൂഹവുമായി ആരോഗ്യപരമായ ബന്ധം പുലർത്തുവാൻ കഴിയുള്ളൂ.